15 കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികൾ കേരളത്തിൽ ആകെ മൊത്തം 11 എണ്ണമാണ് ഉള്ളത്. 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികൾ കേരളത്തിൽ 11 നദികളാണ് അങ്ങനെ ഉള്ളത്. ഈ 11 നദികളും അതിന്റെ നീളവും എത്രയാണെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജോഗ്രഫിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേരളത്തിലെ നദികൾ. അപ്പം അതിന്റെ നീളവും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം അത് നോക്കാം. പെരിയാർ 244. ഈ സംഖ്യ എങ്ങനെയാണ് പെരിയാറുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ സംഖ്യകൾക്ക് എങ്ങനെ കോഡിടുന്നത്? 24ന്റെ പ്രത്യേകത എന്താണ്? 24 ആർട്ടിക്കിൾ 24 എന്താണ്? ബാലവേല നിരോധന നിയമം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആർട്ടിക്കിൾ 24 അഥവാ അറിയില്ലെങ്കിലും ഇത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധന നിയമമാണ്. അതുകൊണ്ട് നമുക്ക് 24നെ ബാലൻ അഥവാ കുട്ടിയായിട്ട് എടുക്കാം. പിന്നെ 4 എന്ന് പറയുമ്പോൾ 4 നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇപ്പം ഈ 4 കാണുമ്പോൾ നമുക്കൊരു സീറ്റ് പോലെ തോന്നില്ലേ, ഒരു ചെയർ പോലെ തോന്നില്ലേ? അപ്പൊ ഇതൊരു ചെയർ ആയിട്ട് കരുതുകയാണെങ്കിൽ ഒരു ചെയറിന്റെ മേലെ ഒരു ബാലൻ ജസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ബാലൻ ഒരു ചെയറിന്റെ മേലെ ഇരുന്നിട്ട് ഒരു പെരിയാറിന്റെ തീരത്ത്, അത് പെരിയാറാണെന്ന് വിചാരിക്കും, പെരിയാറിന്റെ തീരത്ത് ഇരുന്നിട്ട് പെരിയാർ എന്നുള്ള പാട്ട് പാടുന്നു. അങ്ങനെ എന്തെങ്കിലും ഓർത്താൽ മതി. അപ്പം പെരിയാറിന്റെ നീളം എത്രയാന്ന് ചോദിച്ചാല് ഒരു ബാലൻ ചെയറിന്റെ മേലെ ഇരിക്കുന്നത് ഓർത്താൽ മതി. പെരിയാറിന്റെ തീരത്ത് ഒരു ബാലൻ ചെയറിന്റെ മേലെ ഇരിക്കുന്നുണ്ട്, ഒരു സീറ്റിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചു ഓർക്കരുത്, ചെയറിന്റെ മേലെ ഒരു ബാലൻ ഇരിക്കുന്നത് ഓർത്തിട്ട് 442 424 എഴുതരുത് കേട്ടോ. 424 അത്രയും നീളമുള്ള നദി നമ്മുടെ കേരളത്തിലില്ല. 200 വരെ മാക്സിമം പോകുന്നുള്ളൂ, അതും 2 നദികൾ. അപ്പൊ 244 അപ്പൊ ഒരു ബാലൻ ചെയറിന്റെ മേലെ ഇരിക്കുന്നു. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ഭാരതപ്പുഴ 209 ഭാരതപ്പുഴയുടെ നീളം. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്ന നോക്കാം. ഭാരതപ്പുഴ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 2020 ഫിലിം ഓർക്കാം. 9 എന്ന് പറയുമ്പോൾ നമുക്ക് നയൻതാരനെ ഓർക്കാം. അപ്പോൾ 2020 ഫിലിമിൽ നയൻതാര വരുന്നുണ്ടല്ലോ, ഒരു സോങ്ങിൽ നയൻതാര വരുന്നില്ലേ? അപ്പൊ ഈ നയൻതാര എങ്ങനെയാണ് വരുന്നത്? ഭാരതാംബയുടെ വേഷം കെട്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. 2020 സിനിമയിൽ നയൻതാര ഭാരതാംബയുടെ വേഷം കെട്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ 209 എന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് പമ്പയുടെ തീരത്ത് നിന്നിട്ട് ഒരു ആള് പാട്ട് പാടുന്നുണ്ടേ. ആരായിരിക്കും ഈ പാട്ട് പാടുന്ന ആള്? ജസ്റ്റ് ഇത് പാട്ട് പാടുകയാണ്, മൈക്കൊക്കെ വെച്ചിട്ട് ഒരാള് പമ്പയുടെ തീരത്ത് നിന്ന് പാട്ട് പാടുന്നുണ്ട്. ആരാണ് ആള്? AR റഹ്മാൻ. അപ്പൊ പമ്പ വെച്ചിട്ട് പമ്പയുടെ തീരത്ത് നിന്ന് പമ്പയെ കുറിച്ചൊരു പാട്ട് പാടുന്നത് ഒരു AR റഹ്മാനാണ്. ഒരു 76 ഒരു AR റഹ്മാനാണ് പമ്പയുടെ തീരത്ത് നിന്ന് പാട്ട് പാടുന്നത്. ഒരു AR റഹ്മാൻ പമ്പയുടെ തീരത്ത് നിന്ന് പാട്ട് പാടുന്നു. പമ്പ വെച്ചിട്ട് ഏതെങ്കിലും പാട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം വേറെ ഏതും നദീൻ്റെ അടുത്ത് നിന്ന് പാട്ട് പാടണ്ട. പമ്പയുടെ തീരത്ത് നിന്നാണ് AR റഹ്മാൻ പാട്ട് പാടുന്നത്. നെക്സ്റ്റ് ചാലിയാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചളി എന്ന് ജസ്റ്റ് പേരിന് എന്തെങ്കിലും കണക്ട് ചെയ്യണമല്ലോ. അപ്പൊ ചാലി എന്നുള്ളത് നമുക്ക് ചളി എന്നാക്കി മാറ്റാം. ചളി. ഓക്കെ, ഒരു ആറിന്റെ തീരത്ത് നിന്നും നയൻതാര ചളി വാരുകയാണ്. ഒരു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു ആറിന്റെ തീരത്ത് നിന്നും ചളി വാരുന്നത് എവിടെ നിന്നാണ്? ഒരു ആറിന്റെ തീരത്ത് നിന്നും. നദിയുടെ തീരത്ത് നിന്നല്ല, ആറിന്റെ തീരത്ത് നിന്നും. ഒരു ആറിന്റെ തീരത്ത് നിന്നും നയൻതാര ചളി വാരുന്നു. അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നെക്സ്റ്റ് ചാലക്കുടിപ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരുന്നത്? കലാഭവമണിയല്ലേ. കലാഭവമണിയുടെ ചാലക്കുടി ചന്തക്ക് പോയപ്പോൾ എന്നുള്ള പാട്ടൊക്കെ ഓർമ്മ വരും. അപ്പോൾ ചാലക്കുടിപ്പുഴേൻ്റെ പാട്ട് പാടുന്നത് നമുക്കിതിനെ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു 1:45 അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ മുക്കാൽ കൈ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് ചാലക്കുടി എന്നുള്ള പാട്ട്
കലാപമണി പാടുന്നത് നോക്കുക. മുക്കാലെന്ന് ഉദ്ദേശിച്ചത് 45, അതായത് ക്ലോക്കിലെ 45, 45 നമ്മൾ മുക്കാലെന്നല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് 45 മുക്കാലെന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെ നോക്കാം. 2 ആഴ്ച ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ എന്നുള്ള പാട്ട് എഴുതാൻ വേണ്ടി കലാപമണി എടുത്തത് 2 ആഴ്ച സമയമാണ്. 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് എഴുതിയെടുത്തു. എന്നിട്ട് പാട്ട് പാടുന്നത് എങ്ങനെയാണ്? മൈക്കിന് പകരം ഒരു മഞ്ച് പിടിച്ചിട്ട്, അഞ്ചിന് പകരം മഞ്ചെന്ന് പറയാം. ഇഷ്ടമുള്ള കോഡ് എടുക്കാം നിങ്ങൾക്ക്. ഇതുപോലെ സംഖ്യകൾ വെച്ച് നിങ്ങൾക്കും പല കോഡും കിട്ടുന്നുണ്ടാകും. അപ്പം ജസ്റ്റ് ഒരു മുക്കാൽ കൈ ഡ്രസ്സ് ഇട്ടിട്ടാണ് മണി പാട്ട് പാടുന്നത്. മുക്കാൽ കൈ ഡ്രസ്സ് അല്ലെങ്കിൽ മുക്കാൽ ഭാഗമുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് മണി പാട്ട് പാടുന്നത്. അടുത്തത് കടലുണ്ടിപ്പുഴ 1:30. അപ്പോൾ ഒരു മൂപ്പത്തി കടലിൽ കുളിക്കുകയാണ്. മൂപ്പത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. മൂപ്പത്തി എന്നൊക്കെ ചില കേരളത്തിലെ ചില ഭാഗങ്ങളിൽ യൂസ് ചെയ്യുന്ന സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൂപ്പത്തി. അപ്പം ഒരു മൂപ്പത്തി കടലിൽ കുളിക്കുകയാണ്. കടലിൽ കുളിക്കുന്ന ആരാണ്? ഒരു മൂപ്പത്തി. നെക്സ്റ്റ് അച്ഛൻ കോവിലാർ. അച്ഛൻ കോവിലിൽ പോയി. അച്ഛൻ എന്തിനാ കോവിലിൽ പോയത്? ഒരു 28 കെട്ട് കൂടാനാണ്. 28 കെട്ടെന്ന് കേട്ടിട്ടില്ലേ? അതായത് കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അത് 28ാമത്തെ ദിവസം നടക്കുന്നതുകൊണ്ട് 28 കെട്ടെന്നാണ് പറയുന്നത്. അപ്പം അച്ഛൻ കോവിലിൽ പോയത് ഒരു 28 കെട്ട് കൂടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കല്ലട നദി. കല്ലട നദി എന്ന് പറയുമ്പോൾ നമുക്ക് 12 നമ്മൾ കോഡിടുന്ന യുവാവ് എന്ന രീതിയിലാണ്. യുവാവ് എന്തുകൊണ്ടാണ് 12 യുവാവ് എന്ന് കോഡിട്ടെന്ന് അറിയോ? നമുക്ക് 2 ദിവസങ്ങളുണ്ട്. ഒന്ന് ജാനുവരി 12, 2 ഓഗസ്റ്റ് 12. ഈ 2 ദിവസങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ജാനുവരി 12 നമ്മുടെ ദേശീയ യുവജന ദിനം. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം. അതായത് യുവജന ദിനങ്ങൾ രണ്ടും വരുന്നത് 12 ഇത് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഡേറ്റും അതിൻ്റെ പ്രത്യേകതകളൊക്കെ PSCക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് 2ഉം 12 വരുന്നുണ്ട്. നമുക്ക് യുവാക്കൾക്ക് 12 എന്ന് കോഡിടാം. അപ്പം പെട്ടെന്ന് മറന്നു പോകില്ലെന്ന് തോന്നും. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് 12 യുവാവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 12 എന്നുള്ളത് മറക്കില്ല. അപ്പോൾ ഇനി മുതൽ 12 നമുക്ക് യുവാവാണ്. ഓക്കെ. അങ്ങനെ വരുമ്പോൾ കല്ലട നദി. യുവാവ് ഒരു കല്ലട ചുട്ടു. കല്ല് കൊണ്ട് ഒരു അട ചുട്ടു. യുവാവ് കല്ല് കൊണ്ട് ഒരു അട ചുട്ടു. അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് 2 വേലി കിട്ടില്ല. അവിടെ ഒരു വേലി, ഇവിടെ ഒരു വേലി, അതിൻ്റെ നടുവിൽ ഈ ഷേപ്പിൽ ഒരു കല്ലട ഉണ്ടാക്കിയെന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് കണക്ട് ചെയ്യാം. മൂവാറ്റുപുഴയും സെയിം തന്നെയാണ്. കല്ലട പോലെ തന്നെ മൂവാറ്റുപുഴയും സെയിം ആണ്. അത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം ആറ്റിയ ചായ യുവാവ് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. 3 പ്രാവശ്യം ആറ്റിയ ചായ. ജസ്റ്റ് മൂവാറ്റുപുഴ എന്നുള്ളത് 3 പ്രാവശ്യം ആക്കിയതാണ്. 3 പ്രാവശ്യം ആറ്റിയ ചായ യുവാവ് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. നെക്സ്റ്റ് വളപട്ടണം പുഴ. വളപട്ടണം പുഴ എന്ന് പറയുമ്പോൾ വളയല്ലേ, വളയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് വള. കണ്ടില്ല, ഈ വട്ടത്തിലുള്ളതാണ് വള. അപ്പോൾ ഓരോരോ വളകൾ ഒന്ന് വള. ഓക്കെ. ഓരോരോ വളകൾ എന്ന് വളപട്ടണം പുഴയിൽ കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചന്ദ്രഗിരി പുഴയിൽ നമ്മൾ 10 ഇനി മുതൽ നമ്മുടെ കോഡ് എന്താണെന്നറിയാം? ആന. എന്തുകൊണ്ടാണ് 10 നമ്മൾ ഇത് ആനയാണെന്ന് ജസ്റ്റ് ഒന്ന് വിചാരിക്കുക നിങ്ങൾ. ആന എന്തുകൊണ്ടാണ് നമ്മൾ 10 ആന കോഡിട്ടെന്നറിയോ? ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ്. ദേശീയ മൃഗമല്ല, ഇന്ത്യയുടെ പൈതൃക മൃഗം ആനയാണ്. അങ്ങനെ ഇന്ത്യയുടെ പൈതൃക മൃഗമായി ആനയെ ആക്സെപ്റ്റ് ചെയ്ത വർഷമാണ് 2010. കോഡിന്റെ കൂടെ ചില ഫാക്ട്സും പഠിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ പൈതൃക മൃഗമായിട്ട് ആനയെ സ്വീകരിച്ച വർഷമാണ് 2010. അതുകൊണ്ട് തന്നെ നമുക്ക് 10 ആനയായിട്ട് എടുക്കാം. ആനപ്പുറത്ത് നമ്മുടെ ചന്ദ്രേട്ടൻ വരികയാണ്. ആരാ ചന്ദ്രേട്ടൻ എന്നറിയോ? ചന്ദ്രേട്ടൻ എവിടെയാ? സിനിമയില്ലേ, അതിൽ നമ്മുടെ ദിലീപാണ് ചന്ദ്രേട്ടൻ. അപ്പോൾ ഇനി ചന്ദ്രേട്ടൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രേട്ടൻ ആനപ്പുറത്താണെന്ന് പറഞ്ഞാൽ മതി.
ആനപ്പുറത്തിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരു മഞ്ച് തിന്നുകയാണ് ചന്ദ്രേട്ടൻ. ഓക്കെ, ജസ്റ്റ് ഒരു മഞ്ച് തിന്നുകയാണ് ചന്ദ്രേട്ടൻ. അപ്പോൾ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇനി ആനപ്പുറത്താണെന്ന് പറഞ്ഞാൽ മതി. ആനപ്പുറത്തിരുന്ന് മഞ്ച് തിന്നുകയാണ് ചന്ദ്രേട്ടൻ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പെരിയാറ് എന്താണ്? പെരിയാറിൻ്റെ തീരത്ത് നിന്ന് ഒരു ബാലൻ ഇരുന്ന് പാടുന്നു. പെരിയാറെ പെരിയാറെ പാട്ട് പാടുന്നു. ഒരു ബാലൻ ഇരുന്ന് പെരിയാറെ പെരിയാറെ പാട്ട് പാടുന്നു. 2020 സിനിമയിൽ നയൻതാര ഭാരതാംബയുടെ വേഷം കെട്ടി വരുന്നു. പമ്പ നദിയിൽ നിന്നും പമ്പയാറ് പിറക്കുന്നു എന്നുള്ള പാട്ട് നമ്മുടെ പമ്പയല്ലേ, പാമ്പാറല്ലല്ലോ, അതെ പമ്പയല്ലേ. എനിക്ക് ആ പാട്ട് പാടാം. AR റഹ്മാനാണ് ആ പാട്ട് പാടിയത്. ചാലിയാർ, ഒരു ആറിന്റെ തീരത്ത് നിന്നും ചളി വാരുന്നത് നയൻതാരയാണ്. അടുത്ത ചാലക്കുടിപ്പുഴ എന്നുള്ള പാട്ട് പാടുന്നത് മണി, ഒരു മുക്കാൽക്കായി ഡ്രസ് ഇട്ടിട്ടാണ്. 0.5 കൂടി ഉണ്ട്. കടലുണ്ടിപ്പുഴ, കടലിൽ കുളിക്കുകയാണ് ഒരു മൂപ്പത്തി. അച്ഛൻ കോവിലിൽ പോയത് ഒരു 28 കെട്ട് കൂടാനാണ്. കല്ലട നദി, യുവാവ് ഒരു കല്ലട ചുട്ടു. യുവാവാണ്, കുട്ടികളൊന്നുമില്ല അപ്പൊ കല്ലട ചുടുന്നത്. ഇപ്പൊ ഒരു യുവാവാണ് ചുടുന്നത്. യുവാവ് ഒരു കല്ലട ചുട്ടു. മൂവാറ്റുപുഴ എന്ന് പറയും 3 പ്രാവശ്യം ആക്കിയ ചായ യുവാവ് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. വളപട്ടണം പുഴ, ഓരോരോ വളകളുണ്ട്. ചന്ദ്രഗിരിപ്പുഴ, ചന്ദ്രേട്ടൻ ആനപ്പുറത്ത് ആണ് ഉള്ളത്, ഇപ്പോൾ മഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പെരിയാർ 244, ഭാരതപ്പുഴ 209. അങ്ങനെ 200-ലുള്ള 2 നദികളാണ് നമുക്കുള്ളത്. ഏറ്റവും വലിയ നദി നമ്മുടെ പെരിയാർ തന്നെയാണ്. അപ്പോൾ പെരിയാർ 244, ഭാരതപ്പുഴ 209. പമ്പ 176, 3-ാം സ്ഥാനത്ത് പമ്പയാണ്. പമ്പ 176, ചാലിയാർ 169. ചാലക്കുടിപ്പുഴ 145.5, കടലുണ്ടിപ്പുഴ 130, അച്ഛൻ കോവില 128, കല്ലട നദി 121, മൂവാറ്റുപുഴ 121, വളപട്ടണം പുഴ 110, ചന്ദ്രഗിരിപ്പുഴ 105. അതിൻ്റെ കൂടെ ഒന്നുകൂടെ പഠിക്കാം, മഞ്ചേശ്വരം പുഴ 16ആണ്. അതെന്തുകൊണ്ടാണ് പഠിക്കുന്നത് മനസ്സിലായില്ലേ? കാരണം 15-ൽ കൂടുതലുള്ള നദികളെയാണ് നമ്മൾ ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ നദികളായിട്ട് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നദിയല്ല, ഏറ്റവും ചെറിയ നദിയായിട്ട് വരുന്നത് നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്, 16ഓടുകൂടി. ഓക്കെ, അപ്പോൾ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.